C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എല്ലാം അടക്കി വെച്ച് ഒരു അഗ്നിപർവ്വതം പോലെ നിൽക്കുമായിരുന്നു ഞാൻ. പൊട്ടിപ്പോയി. തുറന്നു പറഞ്ഞ് അകന്ന് നിന്നില്ലെങ്കിൽ അപകടമാണെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. അപ്പൊ ഇനി പേടിക്കണ്ട. പ്രായമായ ഒരു മകനുണ്ടല്ലോ. ഈ സൊസൈറ്റിയിലെ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി ഇങ്ങനെ ആത്മാർത്ഥതയില്ലാതെ ചിരിച്ച് ജീവിച്ചല്ലേ പറ്റൂ. പരസ്പരം സഹിച്ച് സഹിക്കണ്ട, ഇനിയും മറന്നാ മതി. അങ്ങനെയൊന്നും ദുർഗ വിടില്ല. പ്രസാദേട്ടന്റെ മുമ്പിൽ എനിക്ക് ജയിക്കണം. അതെന്റെ വാശിയാ. വാശിയോ? ഇനി എന്തിന്? ഞാനിപ്പോഴേ തന്റെ ശത്രുവല്ല, മിത്രവുമല്ല. പിന്നെ എന്തിനാടോ ഈ വാശി? എന്റെ എല്ലാമായിരുന്നു എന്റെ മകൻ ആദ്യ. എന്നിൽ നിന്ന് പറിച്ചു മാറ്റി എന്റെ ബദ്ധശത്രുവിന് കൊടുത്തു. എന്റെ മോൻ അവൻ എനിക്ക് അന്യനായതോടെ പ്രസാദേട്ടനും എന്റെ മനസ്സിൽ ഇല്ലാതെയായി. അങ്ങനെയൊന്നും ദുർഗ വിടില്ല. പ്രസാദേട്ടന്റെ മുമ്പിൽ എനിക്ക് ജയിക്കണം. അതെന്റെ വാശിയാ. പ്രസാദേ, എന്താ വല്ലമേ? എടാ, അവിടെ എന്റെ തറവാടിപ്പോ ഒരു നാഥനില്ലാ കളരിയായി മാറിയിട്ടുണ്ടാവും. ഞാൻ ഇനി പൊയ്ക്കോട്ടെ. അയ്യോ വല്ലമേ, അങ്ങനെ പറഞ്ഞ. എടാ, നീ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചു. അത് ന്യായയുക്തമായതുകൊണ്ട് ആ കൃത്യം നമ്മൾ ഭംഗിയായി നിറവേറ്റി. ദുർഗയുടെ ദുർവാശി നടപ്പാക്കാത്തതുകൊണ്ട് അവൾക്ക് ഇത്തിരി ദേഷ്യം ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ച എല്ലാം നന്നായി നടന്നു. നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യവും സമാധാനവും ദേവമംഗലത്തേക്ക് തിരിച്ചു വന്നു. കുട്ടികളുടെ ശാന്തി മുഹൂർത്തവും നടക്കാറായി. ഇനി ഞാൻ നിൽക്കുന്ന എന്തിനാ? അതല്ല വല്ലമേ, തുളസിയുടെ കഴുത്തിൽ ആദ്യം കൊണ്ട് താലി കെട്ടാൻ പറഞ്ഞത് ദുർഗ. കല്യാണം കഴിഞ്ഞ് ആ നിമിഷം മുതൽ ദുർഗയുടെ പ്ലാൻ മാറി. കല്യാണ പെണ്ണിനെ ഇതിനകത്തേക്ക് കേറ്റിയില്ല. എപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ വരുന്നില്ല. എന്നെയും നിന്നെയും വീണ്ടും ഒരുമിച്ച് കണ്ട പിന്നെയും അതൊരു പ്രശ്നമുണ്ട. നീ ചെല്ലേ. ഞാൻ ACP ലേഖ രവിശങ്കർ, പേഷ്യന്റിന്റെ വൈഫാ. ഇവിടെ കൊണ്ടുവരുമ്പോ ആള് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. വയലന്റ് ആയിരുന്നു. മാഡത്തിനെ വകവരുത്തുന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നേ.
ഇപ്പോ സെഡേഷനില്ല. ബോധം വന്നാ വീണ്ടും മാഡത്തോട് വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. വളരെയധികം സൂക്ഷിക്കണം. ഡ്രഗ് അഡിക്ഷൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനി അതിൽ നിന്നൊരു മോചനം പെട്ടെന്നൊന്നും സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. മെഡിറ്റേഷനും കൗൺസിലിംഗ് കൊണ്ടൊന്നും കാര്യമായ പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ നോക്കുന്നതായിരിക്കും നല്ലത്. ഡ്രഗ് കിട്ടാത്തന്റെ അസ്വസ്ഥതയിലായിരിക്കും പേഷ്യന്റ് ഉണരുക. അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉണരുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ പിന്നെ മാഡം ഇവിടെ നിൽക്കരുത്. ശരി മാഡം. എടി, പണിയെടുത്ത് ജീവിക്കണോടി. കണ്ടവനെ ആയുഷ്കാലം മുഴുവൻ പറ്റിച്ച് ജീവിക്കാമെന്ന് കരുതരുത്. മനുഷ്യനായ അല്പമൊക്കെ ആത്മാർത്ഥത വേണം. ഞാൻ ആത്മാർത്ഥതയില് അല്പം പോലും നഞ്ച് കലക്കാറില്ല വെളുത്തമ്മേ. നീ മഹാ തട്ടിപ്പാ. പരദൂഷണം പറയാൻ മാത്രമേ നിനക്കറിയൂ. നിനക്കെന്താ ഒരുമാതിരി വൃത്തികെട്ട ചിരി? എന്താ? ഒന്നുമില്ല. എന്നാ കൊച്ചു കോവിലത്തമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. ആ, നോക്കി നിന്ന് കുറ്റം കണ്ടുപിടിക്കാതെ ഈ മണിയറി അങ്ങോട്ട് അലങ്കരിക്കടി. ഞാനോ? ആ പിന്നെ നീ ആരാ? അമേരിക്കയിലെ അമ്മായിയോ? അങ്ങോട്ട് അലങ്കരിക്കടി. ആ, ദാ ഈ പൂക്കളൊക്കെ കട്ടിലോട്ട് വിതറ്. ചെയ്യേ. ആ പിള്ളേരുടെ മധുവിധ രാത്രിയെ ഇന്ന്. അവരുടെ മണിയറ നല്ല പൂങ്കാവനം പോലെ ഇരിക്കണം. എല്ലാവരും കൂടി ഒത്തിരി ഉപദ്രവിച്ചതാ അവരെ. ഇന്നെങ്കിലും അവര് മനസമാധാനത്തോടെ സന്തോഷത്തോടെ ഇതിനകത്ത് ഉറങ്ങട്ടെ. എല്ലാം എന്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും വേണോന്ന് പറഞ്ഞിട്ടാ പ്രസാദ് പോയത്. അതതുപോലെ തന്നെ നടക്കണം. നിങ്ങൾ രണ്ടുപേരും കള്ളപ്പണി ചെയ്ത് ശീലിച്ചു പോയി. അതാണ് കുഴപ്പം. എടി, നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ വേലക്കാരികളായിരിക്കാം. പക്ഷേ ഞാനൊരു യജമാനത്തിയായിട്ടല്ല നിങ്ങളോട് പെരുമാറുന്നത്. വേലക്കാരികളോ? ഞങ്ങളോ? ഞാനേ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല, ഇവിടുത്തെ ദുർഗേച്ചി. എന്നിട്ട് പണിയെടുക്ക്. എല്ലുമുറിയെ പണിയെടുത്തിട്ട് പല്ലുമുറിയെ രണ്ടെണ്ണം കൂടി വെട്ടി വിഴുങ്ങിക്കോ. അതിനൊരു അന്തസ്സുണ്ട്. മാറിയിരിക്കെ. ആ, ആദ്യേട്ടനെ കെട്ടാൻ വന്നത് ഞാനാ. ഇപ്പൊ അവരുടെ മണിയറ ഒരുക്കുന്നു. എന്തൊരു ഗതികേടാ അല്ലേ സുലു ആന്റി? നിനക്കിപ്പൊ കഷ്ടകാലം ആതിരെ. ഇതിലും ഭേദം നീ തൂങ്ങിച്ചാവുന്നത് തന്നെയാ. എന്തൊരു ദുർവിധിയാ ഇത്. അവക്കിട്ട് വെച്ച വേലകളെല്ലാം കൂടി ഇപ്പൊ ദേ നമുക്കിട്ട് തിരിച്ചടിക്കുക. ആഹാ, അല്ല നവവധി ഇവിടെ വന്നിരുന്ന സ്വപ്നം കാണുവാണോ? അവിടെ നമുക്കുള്ള മണിയറ മനോഹരമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക. അതെ, ആ വെളുത്തമ്മ സമ്മതിച്ചു കൊടുക്കണം. സുലുവിനെ ആതിരയും കൊണ്ടാ വെളുത്തമ്മ മണിയറ ഒരുക്കിക്കുന്നത്. സന്തോഷമുള്ളൊരു കാര്യം പറയുമ്പോ നിന്റെ മനസ്സ് മറ്റെവിടെയാണല്ലോ. നീ എന്താ തുളസി ആലോചിക്കുന്നത്? അതല്ലടാ, ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ വെച്ച് ആ ചടങ്ങ് നടക്കുന്നതിനിടയിൽ
അമ്മയും അച്ഛനും എന്തിനാ ഇത്രയ്ക്ക് കരഞ്ഞ്? ഈശ്വര, ഒന്ന് കഴിഞ്ഞപ്പോ ഇവൾ അടുത്ത പ്രശ്നം തുടങ്ങാണല്ലോ. ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. എന്താടാ? എന്റെ തുളസി, അവിടെ നടന്നത് ഒരു ആചാരമല്ലേ? നടന്നത് ആചാരമായിരിക്കാം, പക്ഷെ എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. എന്റെ തുളസി, അവര് മനുഷ്യരല്ലേ? അവര് ചിലപ്പോഴേ കരഞ്ഞൊന്നൊക്കെ ഇരിക്കും. പ്രത്യേകിച്ച് നിന്റെ അച്ഛനും അമ്മയും. അവരാണെങ്കിൽ ഒരു കള്ളത്തിലും അറിയാത്ത പാവ മനുഷ്യരാ. അതെ, നിന്റെ കഷ്ടകാലമെല്ലാം മാറിയല്ലോ എന്നോർത്ത് സന്തോഷിച്ച് കരഞ്ഞായിരിക്കും. അങ്ങനെയല്ലടാ, അവരപ്പോ കരഞ്ഞത് നീ പറഞ്ഞ വികാരത്തിലൊന്നും അല്ലായിരുന്നു. അവര് എന്തൊക്കെയോ കാരണങ്ങളാൽ വല്ലാതെ ഇമോഷണലായി. എത്ര ആലോചിച്ചിട്ടും അതിന്റെ കാരണം എന്താന്ന് പിടികിട്ടുന്നില്ല. അവർക്കെന്താ കരയാനും പാടില്ലേ? എടി, അപ്രതീക്ഷിതമായ ചില സന്തോഷങ്ങൾ വന്നപ്പോ അവര് ചിലപ്പോ കരഞ്ഞു കാണും. അതിലെത്ര തെറ്റെന്തായിരിക്കുന്നേ? സന്തോഷം വരുമ്പോ മനുഷ്യരിങ്ങനെ കരയോ? എനിക്ക് ഓർമ്മ വെച്ച് തുടങ്ങുന്ന ദിവസം മുതൽ ഞാൻ അറിയുന്നതാ എന്റെ അച്ഛനെ അമ്മയെ. അവരുടെ ഓരോ ഭാവങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ടാ അവരുടെ അപ്പോഴത്തെ കരച്ചിലിൽ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയത്. നിനക്കല്ലെങ്കിലും അങ്ങനെ തന്നെ. എന്തിനും ഇതിനൊരു സംശയം. ഇതേ ബുദ്ധി കൂടിപ്പോയതിന്റെ കുഴപ്പോ. തുളസി, നീ തൽക്കാലം അടക്കങ്ങ് വിട്. ദേ, കാത്തിരുന്ന ഒരു നല്ല ദിവസം വന്നപ്പോ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ നിഴലിന്റെ പിന്നാലെ അലയുന്ന എന്തിനാ? ദൂരെ എവിടെന്നോ മഞ്ഞ് വന്ന് മരച്ചില്ലേ വീഴുന്ന പോലുള്ള സംഗീതം. എന്ത് കേട്ടോ? എന്താന്ന്? സംഗീതം കേട്ടോന്ന്. പോടാ. നോക്ക്, കണ്ടാ? നോക്ക്, മഞ്ഞ് വീഴുന്ന കണ്ടാന്ന്. കണ്ടില്ലേ? കണ്ടില്ലേ? വാ, കാണിച്ചു. ഞാൻ എന്റെ ഒരു പ്രശ്നവുമായി ഇവളെ സമീപിച്ച ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവളൊരു സൊല്യൂഷൻ പറയും. ലേഖയുടെ മുന്നിൽ ആര് ചെന്നാലും പ്രശ്നം എന്ത് തന്നെയായാലും ഇവളൊരു പരിഹാരം ഉണ്ടാക്കും. അതിപ്പോ കേസോ കാര്യങ്ങളോ ആവണമെന്നില്ല. ലോകത്തുള്ള ഏത് വിഷയത്തിനും ഇവള് പരിഹാരം കാണും. എന്നാൽ സ്വന്തം ഒരു പ്രശ്നം വരുമ്പോ കാര്യം തട്ടുംപുറത്തേക്ക് മാറ്റിവെക്കും, എന്നിട്ട് അനുഭവിക്കും. ഞാൻ പറഞ്ഞു മടുത്ത് സർ. ഇനി സാറ് തന്നെ പറഞ്ഞു കൊടുക്ക. ഒരു പ്രയോജനവും ഇല്ലാത്ത ഭാരം ചുമന്ന് നടക്കുക. ആ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ച് ഒന്ന് സ്വസ്ഥയാവാൻ സാറന്ന് ഇവളെ ഉപദേശിക്കും. ലേഖയുടെ ജീവിതം ഇങ്ങനെ മതിയെന്ന് ലേഖ തീരുമാനിച്ചാൽ അതങ്ങനെ പോരെന്ന് പറയാൻ എനിക്കെന്ത് അവകാശം? എനിക്കാരും കാവല് വേണ്ട. നീ പൊയ്ക്കോ, പ്രസാദം പൊയ്ക്കോളൂ. എന്നാ ഡോക്ടർ പോയിക്കോളൂ, ഞാനിവിടെ ഉണ്ടാവും. രാവിലെ കണ്ണാടി. താങ്ക് യു സർ. ഞാൻ കാരണം പ്രസാദിന് ബുദ്ധിമുട്ടായല്ലേ? പ്രസാദ് ഇവിടെ നിൽക്കണമെന്നില്ല. അയാൾ എന്നെ കൊല്ലില്ല, ആ ഉറപ്പെനിക്കുണ്ട്. അങ്ങനെ ഒരു ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അറ്റകൈക്ക് വേറൊരു കാര്യം ചെയ്യാലോ. അയാൾ അടിക്കുമ്പോ തിരിച്ചടിക്കാലോ. ഒറ്റ അടി കൊടുത്ത അവൻ വീണുപോകും, പിന്നെ അവൻ കൈ ഉയർത്തില്ല. നിന്നെ തല്ലി തോൽപ്പിക്കാനുള്ള ശക്തിയൊന്നും അവനില്ല. അയാളുടെ മുന്നില് ഞാൻ ACP അല്ലല്ലോ, വെറും ലേഖ, അയാളുടെ ഭാര്യ. ഭർത്താവിനെതിരെ കൈ ഉയർത്തുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉത്തമയായ ഭാര്യ. ഈ പഴഞ്ചൻ ഐഡിയാസ് കുത്തിവെച്ച് നിന്നെ വളർത്തിയ നിന്റെ പപ്പയാ പറയേണ്ടത്. പപ്പ പോയില്ലേ, ഇനി പറഞ്ഞിട്ടെന്താ? ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ നിന്റെ ശബ്ദത്തിലെ നനവ് ഞാൻ ശ്രദ്ധിച്ചു. തനിച്ചായതിൽ നിനക്ക് നല്ല സങ്കടമുണ്ട്. മറ്റാരുടെയും കുറ്റം കൊണ്ടല്ല നീ തനിച്ചായി പോയത്. നിന്നെ കൂട്ടാൻ ആള് വന്നപ്പോ നീ ഒഴിഞ്ഞു മാറിയതുകൊണ്ടാ. ഇത് പറയുമ്പോ പ്രസാദിന്റെ ശബ്ദത്തിലുണ്ടൊരു നനവ്. പഴയതൊന്നും പൊടിതട്ടിയെടുക്കണ്ട.
അതന്ന് കഴിഞ്ഞു. 2 വഴികളായി നമ്മളെ കുറെ ദൂരം പോവുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ച നമ്മളിൽ ഒരു ഫീലിങ്സ് ഉണ്ടാക്കാൻ പാടില്ല. വീണ്ടും കണ്ടുമുട്ടിയതില് സന്തോഷമില്ല നമുക്ക്. നമ്മള് പഴയ ലേഖയും കൃഷ്ണപ്രസാദും അല്ല, സഹപ്രവർത്തകരും മാത്രമാണ് നമ്മള്. ഞാൻ വെറുതെ പറഞ്ഞതല്ല കൃഷ്ണപ്രസാദ്. അയാള് വരുന്നെങ്കിൽ വരട്ടെ, ഒരു പേടിയുമില്ല. പ്രസാദ് പൊയ്ക്കോളൂ. തനിച്ചാക്കി പോവാൻ എനിക്ക് പ്രയാസമുണ്ട്. അത് നീ എന്റെ പഴയ ഇഷ്ടക്കാരി ആയതുകൊണ്ടല്ല. ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടെങ്കിൽ ഒരു പോലീസുകാരന് കാവൽ നിൽക്കാം. അതുകൊണ്ട് മാത്രം. അതുകൊണ്ട് മാത്രമാണോ? പറയ, ആരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടായാലും ഇതെടുക്ക്. അത് ഞാൻ വെളുത്തമ്മേ. നീ തന്നെ. ആദിയുടെ അനീതിയുടെ സ്ഥാനത്ത് നിൽക്കാൻ നീ മാത്രല്ലേ ഉള്ളൂ. എടുക്ക് എടുക്ക്. മോളെ വാ. മോൾ അങ്ങോട്ട് ചെല്ലേ. നടക്ക്. മണിയറയിലേക്ക് കയറുന്ന മരുമകളുടെ കയ്യില് പ്രാർത്ഥനയോടെ പാൽ ഗ്ലാസ് കൈമാറണമെന്നാ ആചാരം. ആ പാൽ ഗ്ലാസ് തുളസിമോളുടെ കയ്യിലേക്ക് കൊടുക്ക്. നീ ഇത്ര തിടുക്കത്തിലേ ആർക്കു വായുഗുളിക വാങ്ങിക്കാൻ പോവാ? ഇതൊക്കെ അമ്മായിമ്മമാരെ ആസ്വദിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. നീ ഇതിപ്പോ കരാർ പണിക്കാരെ പോലെ ചെയ്തിട്ട് ഒറ്റ പോക്ക്. എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടാ വെളുത്തമ്മേ. ഞാനിനി എന്താ ചെയ്യണ്ടേ? മരുമകൾ മണിയറയിലേക്ക് കയറുമ്പോ വാതില് ചാരിയിട്ട് വേണം അമ്മായിമ്മ പോവാൻ. എന്റെ ദൈവമേ, പച്ചയ്ക്ക് കത്തിക്കുന്നതിനേക്കാളും കഷ്ടമാണ് ഈ വെളുത്തമ്മ ദുർഗേച്ചിയുടെ ആദരയോടും കാണിക്കുന്നത്. അതിക്രമം തന്നെ. കൊടുത്ത കൊല്ലത്തും കിട്ടും. നീ പഴംപാത്രം പിടിച്ച് മത്തൻ കണ്ടത്തിൽ കുത്തിയ നോക്കുകുത്തി പോലെ ഇങ്ങനെ നിന്നാലോ? കൊണ്ടുപോയി അങ്ങ് അകത്ത് വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങി വാ. ഓടി. വിചാരം വരന് വിവാഹം കഴിക്കാത്ത സഹോദരിമാരുണ്ടെങ്കിൽ അത് അവരുടെ ഡ്യൂട്ടിയാ. ദേവമംഗലത്ത് അങ്ങനെ ആരും ഇല്ലല്ലോ. ഉള്ളത് ആതിരയാ. അവള് ശരിക്കും ആദിക്കും തുളസിക്കും മണിയറ ഒരുക്കിയിട്ടുണ്ടാവില്ല. സുലു ആയിരിക്കും. എന്ന ജയേട്ടന് തെറ്റി. സുലുവൊന്നുമല്ല, ആതിര തന്നെയാ. ആതിരയോ? കേട്ടപ്പോ ജയേട്ടന് അത്ഭുതം തോന്നിയില്ലേ? എനിക്കും അത്ഭുതം തോന്നിയത്. തീർന്നില്ല, അതിനേക്കാളും വലിയൊരു അത്ഭുതം കൂടിയുണ്ട്. എന്താ? തുളസിമോൾക്ക് പാൽ ഗ്ലാസ് എടുത്തു കൊടുത്തത് ആരാണെന്നറിയോ? ദുർഗേച്ചി. ദുർഗേച്ചിയോ? ഞെട്ടിയില്ലേ? അത്ഭുതം. വെളുത്തമ്മ എത്ര വിദഗ്ധമായിട്ടാ കാര്യങ്ങൾ വരുതിക്ക് കൊണ്ടുവന്നത്. ദുർഗേച്ചിയെ പോലും വരുതിക്കാക്കിയില്ലേ? വെളുത്തമ്മയെ സമ്മതിച്ചേ പറ്റൂ. അത് ജയേട്ടൻ പറഞ്ഞത് 100% ശരി തന്നെയാ. വെളുത്തമ്മ വന്നതോടെ ആദിയുടെയും തുളസിമോളുടെയും തലവര തന്നെ മാറിപ്പോയില്ലേ? അങ്ങനെ ഒടുവില് എല്ലാം കലങ്ങി തെളിഞ്ഞു. നമ്മുടെ മോനും മരുമകൾക്കും അവരാഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു ജീവിതം കിട്ടി.
ഇവളിതൊരു ഉറങ്ങില്ലേ? ആതിരെ, എന്താ നീ വാലിന് തീ പിടിച്ച കുരങ്ങിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? നിനക്ക് ഉറക്കൊന്നുമില്ലേടി? നോട്ടം കണ്ട എന്നെ ദയിപ്പിക്കാനുള്ള ഭാവം ഉണ്ടല്ലോ ഇവക്ക്. എന്ത് പറ്റി ആതിരെ? എന്താ നീ ഉറങ്ങാത്തതിന് കാരണം? കാരണം നിങ്ങൾക്ക് അറിയില്ലേ? എന്താ നിങ്ങൾ എന്നെ കളിയാക്ക? എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നു, മോഹിപ്പിച്ച് പറ്റിക്കായിരുന്നു. ഓ, അപ്പൊ അതാണ് കാര്യം. എടി, അതിനിപ്പൊ നീ കരഞ്ഞിട്ട് എന്താ ഫലം? മിണ്ടരുത് നിങ്ങള്. ആഹാ, എടി, അതിന് നീ എന്നെ കൊല്ലാൻ വരുന്ന എന്തിനാ? ആദ്യേ എന്റെ മകനല്ല അവളെ കെട്ടരുതെന്ന് പറയാൻ. ഞാൻ അമേരിക്കയിൽ എങ്ങാനും പോയേനെ. ദുർഗാന്റി എന്നെ പിടിച്ചു വെച്ചതാ, നീ എന്റെ മരുമോളായിട്ട് മതിയെന്ന്. എന്ത് വഴി? എന്റെ ആദ്യേട്ടനും എന്റെ ശത്രുവായ അവൾക്കും വേണ്ടി ഞാൻ മണിയറ ഒരുക്കി. എനിക്കത് ചെയ്യേണ്ടി വന്നു. ഈ ലോകത്ത് ഏതെങ്കിലും പെണ്ണിനുണ്ടായിട്ടുണ്ടോ ഇങ്ങനൊരു ദുരനുഭവം? ഏതെങ്കിലും ഒരു പെണ്ണ് അനുഭവിച്ചിട്ടുണ്ടോ ഇത്തരം ഒരു ഗതികേട്? മോളെ, അവര് മണിയേറി കയറിയെന്ന് വെച്ച് അതൊന്നും ഒരു ശ്വാസവുമല്ല. ഈ മാമൂസ് അവളെ പുകച്ച ദേവമംഗലത്തു നിന്ന് ഓടിക്കും. എന്നിട്ട് ആദ്യയെ നിനക്ക് തന്നെ തിരിച്ചു തരും. എന്തൊക്കെ വൃത്തികേടാ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നേ? നിങ്ങൾ എന്റെ മമ്മിയുടെ അമ്മ തന്നെയാണോ? അതിന് മോളെ, നീ എന്താ? എന്റെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾ തകർത്തു. ദുർഗാന്റെ മാമസ് കൂടി മോഹിപ്പിച്ച് എന്നെ ചതിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. വേണ്ടാത്തൊന്നും ചിന്തിക്കില്ലേ മോളെ? ഈ നാണം കെട്ട ജന്മം എനിക്ക് വേണ്ട. ഒരു കാര്യം എല്ലാവരും ഓർത്തോ, മരിച്ചാലും ഞാൻ ആർക്കും സ്വസ്ഥത തരില്ല. ഇത് സത്യ. ഹലോ ഹലോ, അതിന് മോളെ. ഓയോ, ഹലോ. ഈ പെണ്ണെന്തെങ്കിലും കാട്ടിക്കൂട്ടോ? എത്ര നേരായി വിളിക്കുവാ? നീ എന്തെടുക്കോ ഇതിനകത്ത്? ഞാനൊരു സിനിമ കാണായിരുന്നു. നല്ല സിനിമയാ, നല്ല കഥയാ, ട്രാജഡിയാ, ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റാ. അവളെ നായികയാണോ വില്ലത്തിയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. വില്ലത്തിയായിരിക്കും, അതുകൊണ്ടല്ലേ കൂടെ നിന്നവർ അവളെ കൈവിട്ട് കളഞ്ഞത്. ആ കഥാപാത്രത്തിന്റെ പേര് കേട്ടാ ചിലപ്പോ നിങ്ങൾക്കൊക്കെ ചിരി വരും. ആതിരെന്ന. അപ്പൊ അതാണ് കാര്യം. അവളല്ല വില്ലത്തി, ആതിരയല്ല വില്ലത്തി. അവളെ സത്യത്തിൽ അവളുടെ ചങ്ക് പറിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. എല്ലാം ശുഭമായി വരുമെന്ന് തോന്നിയ സമയത്ത് കഥയിൽ ഒരു കിളവി വന്നു കയറി. എല്ലാവരെയും ചൊൽപ്പടിക്ക് നിർത്താൻ കഴിവുള്ള ഒരു കിളവി. ആ സ്ത്രീയെ വില്ലെത്തി. ആ കഥാപാത്രത്തിന്റെ പേര് കേട്ടാലും നിങ്ങൾക്ക് ചിരി വരും. മന്ദാകിനി വല്യമ്മ. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ തച്ചുടയ്ക്കാൻ എല്ലാ കഥയിലും കയറി വരും. ഇതുപോലെ മനസാക്ഷിയില്ലാത്ത ഏതെങ്കിലും ഒരു മന്ദാകിനി. നിർത്തടി. മറ്റൊരുവളുടെ ആണിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവൾ എങ്ങനെയാണടി കഥയിലെ നായികയാവുന്നത്? ശ്രീരാമനെ വശീകരിക്കാൻ വന്ന ശൂർപ്പണകയെ ആരും നായികയെന്ന് വിളിക്കാറില്ല. ദുഷ്ടന്മാർ അരങ്ങു വാഴുന്നിടത്ത് സങ്കടപ്പെടുന്നവരെ രക്ഷപ്പെടുത്താൻ ചിലരെത്തും. അങ്ങനെ വരുന്നവരെ അവതാരങ്ങൾ എന്ന് വിളിക്കും. ഞാൻ വില്ലത്തിയാണെന്ന് നിനക്ക് തോന്നുന്നത് വിവരമില്ലാത്തോണ്ടാ. വെളുത്തമ്മ പറഞ്ഞത് ശരിയാ. എനിക്ക് വലിയ വിവരമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം അറിയാം, സിനിമയുടെ അവസാനം ദുഷ്ട കഥാപാത്രം മരിക്കും. ACP ലേഖ രവിശങ്കറിന്റെ കുടുംബ പ്രശ്നം പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അറിയുമല്ലേ?
ഹേയ്, രാജീവ് തന്റെ ഹസ്ബൻഡാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. അയാളിപ്പോ തന്നെ ഗോവയിലെത്തിയിട്ടുണ്ടാവും. അവിടെ ഡ്രഗ്സ് സുലഭമല്ലേ. ആവശ്യമുള്ള സ്റ്റഫ് സംഘടിപ്പിച്ച് അയാള് വരും. പക്ഷെ സത്യം പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ക്യാഷ് കൊടുത്ത് പോലീസിനെ സ്വാധീനിച്ച് അയാൾ എന്റെ അടുത്തെത്തും. പ്രസാദ് നോക്കിക്കോ. ലേഖ എന്തിനാണ് ഇപ്പോഴിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഞാൻ നെഗറ്റീവായി ചിന്തിക്കുന്നതല്ല. ഞാൻ പറഞ്ഞത് എന്റെ അനുഭവം. അയാളുടെ കയ്യില് ഉന്നതരിൽ സ്വാധീനം ചെലുത്താനുള്ള ബന്ധങ്ങളുണ്ട്. ഏത് ബാരിക്കേഡും തകർത്ത് അയാൾ വരും. നോക്കിക്കോ. ഞാനൊരു ചോദ്യം ചോദിച്ച സത്യസന്ധമായിട്ട് മറുപടി പറയൂ. ചോദിക്ക. രാജീവ് മേനോൻ തീർന്നു കിട്ടിയിരുന്നെങ്കിലെന്ന് എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഭർത്താവിന്റെ മേൽവിലാസം ഇല്ലാതെ തന്നെ ജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ട് നിനക്ക്. ഒഴിയാബാധയായി തലയിൽ കയറിയിരിക്കുന്ന ആൾ മരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചു പോയിട്ടൊക്കെയുണ്ട്. ഡ്രഗ്സ് കഴിച്ച് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് അയാളെ ഡ്രൈവ് ചെയ്യുന്നത്. വല്ല കല്ലെങ്കിലോ മരത്തിലോ ഇടിച്ച് അയാൾ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. എന്റെ സ്വാർത്ഥതയാണ്. ഞാനങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലാത്തതാ. പക്ഷെ നീ അയാളുടെ മരണം ആഗ്രഹിക്കുന്നു. പക്ഷെ അയാളുടെ കൂടെയുള്ള ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് ലേഖയെ മനസ്സിലാവുന്നില്ല. എന്നെ മനസ്സിലാക്കൽ എളുപ്പമല്ല. അയാളുടെ മരണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സുകൊണ്ട്. അതാരും അറിയുന്നില്ല. പക്ഷെ ഞാൻ രാജീവ് മേനോനും അയാളുടെ ജീവിതം അവസാനിപ്പിച്ച അതിന്റെ റിലേറ്റീവ്സ് എല്ലാരും അറിയും. എന്റെ പപ്പയ്ക്ക് അത് ചീത്ത പേര്. പക്ഷേ ലേഖ, നിന്റെ പപ്പ മരിച്ചില്ലേ? എന്നാലും പപ്പയ്ക്ക് ചീത്ത പേരുണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. പപ്പ എന്നെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ഒരച്ഛനും മകളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. മരിച്ചുപോയെന്ന് കരുതി ആദരെ രക്ഷപ്പെടില്ലെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ സുലു? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? അതൊക്കെ ഡോക്ടർമാരുടെ കയ്യിലല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ. ആതിരയ്ക്ക് അപായമൊന്നും വരില്ലെന്ന് വിചാരിക്കാം. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട് ദുർഗേച്ചി. രക്ഷപ്പെട്ടാൽ എന്ത് പ്രശ്നമാ സുലു? ഓഫ്, എന്റെ ദുർഗേച്ചി, ആത്മഹത്യാ ശ്രമം കുറ്റകരാ. അതറിയില്ലേ ദുർഗേച്ചിക്ക്? ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു കുട്ടിയെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ സ്റ്റേഷനിൽ വിവരം അറിയിക്കും. പോലീസ് വന്ന് ആതിരയുടെയും ഡോക്ടറുടെയും മൊഴിയെടുക്കും. ദേ, അത് കഴിഞ്ഞ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേസും കൂട്ടവുമായി ആതിര ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. അവള് മാത്രമല്ല, നമ്മളും. നമ്മളാണല്ലോ അവളെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ നൂലാമാലകൾ ഒഴിവാക്കാനാ പ്രസാദ് സാറിനെ ഒന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞത്. സാർ ഇടപെട്ടാ പിന്നെ കേസ് ഉണ്ടാവില്ല ദുർഗേച്ചി. കോടതിയിലും കയറേണ്ടി വരില്ല. ആതിര ഇവിടെ വന്നത് ആശുപത്രി രേഖകളിൽ പോലും ഉണ്ടാവില്ല. നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ അയാളോട് സഹായം ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ പ്രസാദ് സാർ തട്ടിക്കളയില്ല ദുർഗേച്ചി. ചേച്ചി ഒന്ന് വിളിക്ക്. ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ അയാളുടെ മുമ്പിൽ തോറ്റൊന്നും വരില്ലേ സുലു? അങ്ങനൊന്നും ആലോചിക്കില്ലേ ദുർഗേച്ചി. ആവശ്യം നമ്മുടേതാ. ഒരു തവണ തോറ്റെന്ന് വെച്ച് ഒരു കുറവ് സംഭവിക്കില്ല. കൊച്ചുമകള് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിഞ്ഞപ്പോ മംഗളയുടെ ഉള്ള് എത്ര പെടഞ്ഞിട്ടുണ്ടാവും. അത് മംഗളയ്ക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. അവള് മരിച്ചില്ല, ദൈവം ജീവൻ എടുത്തില്ല. എന്താ അതിന്റെ അർത്ഥം? ദൈവം ഒരു താക്കീത് നൽകിയതാ. ഇനി ഒരിക്കൽ കൂടി അവർ ദൈവത്തിന് നിരക്കാത്തത് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കില്ല ദൈവം പ്രതികരിക്കുക. അതോർത്താൽ അവർക്ക് നല്ലത്. ഇതൊന്നും ഞാൻ പറയണമെന്ന് കരുതിയതല്ല.
ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. മോനെ ആദി, ഇതൊന്നും നിന്നെ ബാധിക്കാൻ പാടില്ല, തുളസിയെയും ബാധിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സറിവില്ലാതെ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ സമാധാനം പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. അവര് ചെയ്തതിന്റെ കൂലി അവര് കൈനീട്ടി വാങ്ങുന്നു, അത്രമാത്രം കരുതിയാ മതി. സത്യം പറഞ്ഞ ആദ്യം കേട്ടപ്പോ ഞാനൊന്ന് പതറി. വെളുത്തമ്മയുടെ വാക്കുകള് നല്ല സമാധാനം നൽകുന്നുണ്ട്. നമ്മളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ തുളസി നമ്മൾ വിഷമിക്കുന്നേ, അല്ലേ? ഇഷ്ടപ്പെടുന്ന ആളുടെ മണിയറയിലേക്ക് മറ്റൊരു പെണ്ണിനെ കയറ്റി വിടുക. ലോകത്ത് മറ്റൊരു പെണ്ണിനും ഈ ഒരു ഗതികേട് വന്നിട്ടുണ്ടാവില്ല. അത് ഞാൻ അനുഭവിച്ചു. എന്റെ മുഖത്താ തുളസി ബെഡ്റൂമിന്റെ വാതില് കൊട്ടിയടച്ചത്. അവളുടെ മുഖത്ത് എന്നെ കളിയാക്കുന്ന ഒരു ചിരി ഉണ്ടായിരുന്നു ആ സമയത്ത്. അവള് നിന്നെ കളിയാക്കിയെങ്കിലേ നീ അവളോട് കണക്ക് ചോദിക്കല്ലേ വേണ്ടത്? അവസരം ഒത്തു കിട്ടുമ്പോ കണക്ക് തീർക്കണം, അതല്ലേ വേണ്ടത്. അതിനു പകരം നീ കൈമുറിച്ച് മരിക്കാൻ നോക്കി എന്തിനാ? അത് നീ അവളുടെ മുന്നിൽ തോൽക്കുന്ന പോലെ ആയില്ലേ? ഞാൻ പൂർണ്ണമായും തോറ്റില്ലേ സുലു ആന്റി? എന്റെ ആശകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മണ്ണടിഞ്ഞില്ലേ? ഇനി ഞാൻ മാത്രമായിട്ട് എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിച്ചത്? ചാകാൻ എനിക്കിഷ്ടം, ചത്താ മതി എനിക്ക്. മോളെ, നിന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നീ പറയുന്നതൊന്നും എനിക്ക് നിഷേധിക്കാനും കഴിയുന്നില്ല. ആദ്യം നിന്റേതാണെന്ന് 10,000 തവണയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുളസി അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നിന്നെ പൊട്ടിയാക്കാനുള്ള നാടകമൊന്നും ആയിരുന്നില്ല, ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തതാ. പക്ഷെ വെളുത്തമ്മ വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഞാൻ തോറ്റു എന്നത് നിന്റെ വിശ്വാസം മാത്രമാ. ഞാൻ അങ്ങനെയൊന്നും തോൽക്കില്ല. അത്ര പെട്ടെന്നൊന്നും ദുർഗ തോറ്റു കൊടുക്കില്ല. ആദ്യം തുളസി അവരുടെ പുതിയ ജീവിതം തുടങ്ങി, അത് സത്യമാ. പക്ഷെ അവൾ ആദിയുടെ ജീവിതത്തിൽ എത്ര കാലം ഉണ്ടാവും അത് തീരുമാനിക്കുന്നതേ ദൈവമൊന്നുമല്ല, ഈ ദുർഗയാ. അവളുണ്ടാവില്ല. എന്റെ മരുമകളായിട്ട് അവൾ അധികകാലം ഉണ്ടാവില്ല. വെളുത്തമ്മ പറഞ്ഞപ്പോഴാ ഞങ്ങൾ അറിയുന്നത്. ആതിരയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുറിവ് ആഴത്തിലില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. ICU ഒബ്സർവേഷനിലായിരുന്നു. കുറച്ചു മുൻപ് റൂമിലേക്ക് മാറ്റിയത്. ഞാനും ദുർഗേച്ചി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിക്കോ, ഞങ്ങളോട് നിൽക്കാം. അതെ, അതാ ദുർഗേച്ചി നല്ലത്. നമുക്ക് പോവാം. പേടിക്കണ്ട ദുർഗാമ്മ, വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. വാ ദുർഗേച്ചി, ഞങ്ങൾ പോയിട്ട് വരാം മോളെ. അവിടെ നിൽക്കേ ദുർഗേച്ചി. ഇത് ശരിയല്ല ദുർഗേച്ചി. തുളസിയല്ലേ ദുർഗേച്ചിയുടെ ശത്രു. തുളസിയെ നിങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോ പ്രസാദ് സാറ് ഇടപെട്ടു. അതിന്റെ പേരില് പ്രസാദ് സാറിനോട് പിണങ്ങിയ നഷ്ടം ദുർഗേച്ചിക്ക് തന്നെയാ. സാറുമായിട്ട് പിണങ്ങല്ല ദുർഗേച്ചി വേണ്ടത്. തുളസിയുടെ കുറ്റവും കുറവുകളും ഒക്കെ പറഞ്ഞ് സാറിനെ തുളസിക്കെതിരാക്കി എടുക്കണം, അതാ വേണ്ടത്. നടന്നത് തന്നെ. അയാൾക്ക് മകൻ കഴിഞ്ഞാ പിന്നെ അവളാ. എന്തു കൂടോത്രം ചെയ്തിട്ടാണോ അവൾ എല്ലാരെയും പാട്ടിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് മന്ത്രവാദമൊന്നും അല്ല ദുർഗേച്ചി. അവൾക്ക് തഞ്ചത്തിലും താളത്തിലും ഒക്കെ നിൽക്കാൻ അറിയാം. തലയണ മന്ത്രം ചെയ്ത് അവൾ ആദ്യ പാട്ടിലാക്കിയതുപോലെ പ്രസാദ് സാറിനെ ചേച്ചിയും പാട്ടിലാക്കണം. അനന്തരവൾ മരുമോൾ എന്നൊരു പരിഗണനയൊക്കെ പ്രസാദ് സാറിന് അവളോട് ഉണ്ടാവും. അവള് പെങ്ങളുടെ വയറ്റിൽ പിറന്നതല്ലാന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുർഗേച്ചി പ്രസാദ് സാറിന്റെ ചെവി തിന്നണം. ഇല്ലാത്ത 4 കുറവുകൾ ഉണ്ടാക്കി പറഞ്ഞ് തുളസി കൊള്ളാത്തവളാണെന്ന് വരുത്തി തീർക്കണം. അതിന്റെ കാരണം അവൾക്ക് ജന്മം നൽകിയ തന്തയും തള്ളയും കൾച്ചറില്ലാത്തവരായതുകൊണ്ടാണെന്നും സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം.
അതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാ മതി. അയാളെ പാട്ടിലാക്കാനൊന്നും പറ്റില്ല സുലു. ഒരു തലേണ മന്ത്രവും അയാളുടെ മുമ്പിൽ വില പോവില്ല. നീയും അയാളെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലം ആയില്ലേ? നിനക്കറിയാലോ അയാളുടെ സ്വഭാവം. എന്റെ ദുർഗേച്ചി, ഏത് വലിയ കൊലകൊമ്പന്മാരെയും പെണ്ണ് വിചാരിച്ച വരുതിയിലാക്കാൻ പറ്റും. ആയിരക്കണക്കിന് ആളുകളെ കൊന്ന സാക്ഷാൽ ഹിറ്റ്ലർ പോലും അയാളുടെ ഭാര്യയുടെ മുന്നിൽ മുട്ട വിറച്ചിട്ടുണ്ടെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെയാ ഈ പ്രസാദ് സാറ്. ദുർഗേച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക്. അല്ല, ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നത്? ദുർഗേച്ചി ഒരു കപ്പ് കോഫിയുമായി സാറിന്റെ അടുത്തേക്ക് ചെല്ലണം. ദുർഗേച്ചിയോട് ദേഷ്യം മനസ്സിലുള്ളതുകൊണ്ട് പ്രസാദ് സാർ ചിലപ്പോ മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് ദുർഗേച്ചി ദേഷ്യപ്പെടരുത്. പാവത്തെ പോലെ കോഫി നീട്ടിപ്പിടിച്ച് നിൽക്കണം. ദുർഗേച്ചിയുടെ കോഫി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഒരൊറ്റ കാലച്ചിലങ്ങ് കരഞ്ഞേക്കണം. എന്തിന്? എന്തിന്? ഈ ചോദ്യം പ്രസാദ് സാർ ചോദിക്കണം. നീ എന്തിനാ കരയുന്നേന്ന് ആദ്യം ഒന്നുമില്ലാന്ന് പറയണം. അപ്പൊ പ്രസാദ് സാർ വീണ്ടും ചോദിക്കും. അപ്പൊ കാരണം പറയണം. ഞാൻ എപ്പോഴും കരയാറുണ്ട്, അതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. പ്രസാദ് സാറിന്റെ സ്വഭാവം വെച്ച് അപ്പോഴും ഗൗരവത്തിൽ തന്നെ ആയിരിക്കും പെരുമാറുക. കാര്യം പറയടി എന്ന് ഗൗരവത്തിൽ പറയും. അപ്പൊ ദുർഗേച്ചി വിങ്ങി പൊട്ടി കരയണം. എത്ര കഠിന ഹൃദയനാണെങ്കിലും സ്വന്തം ഭാര്യ പൊട്ടിക്കരഞ്ഞ മനസ്സലിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.